നമസ്കാരം സനുജി. നമസ്കാരം. മുമ്പെങ്ങും കേരളത്തിൽ ഇല്ലാത്ത വിധം ഇതാ ED ഉദ്യോഗസ്ഥർ, റെയ്ഡിന് വന്ന ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഗുണ്ടകൾ. അവർ പ്രവർത്തകരല്ല, ഗുണ്ടകൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. അത്തരത്തിൽ വലിയ ഒരു ആക്രമണം തന്നെയാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നിരിക്കുന്നത്. സ്ത്രീകളടക്കം ഇരുന്ന വാഹനത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. ചുടുകട്ട ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് കേരളത്തിൻ്റെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ചരിത്രമാണ്. അതായത് ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ കേസാണെങ്കിൽ കേസിൻ്റെ രീതിയിൽ പോകണം, രാഷ്ട്രീയമായി നേരിടണമെങ്കിൽ സമരമുറകളിലൂടെ നേരിടണം. അതല്ലാതെ മടിയിൽ കനമുണ്ട് എന്ന് ഇപ്പോൾ ഇതിലൂടെ ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. SFIO വീണ വിജയന് നേരെ കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടക്കുന്നു. ED കേസെടുത്തിട്ടുണ്ട്. അത് വ്യക്തതയുള്ളത് കൊണ്ടാണ് ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ എതിർക്കാത്തത്. ചോദ്യം ചെയ്യലിനെ സമ്മതിച്ചു കൊടുത്തത് അതൊക്കെ കൊണ്ടാണ്. ഇനി അടുത്ത CBIയും കൂടെ വരും. CBIയും ഇവർ ആക്രമിക്കുമോ? രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ സുരക്ഷിതമല്ലയോ? കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ സുരക്ഷിതത്വമില്ലയോ? ആഭ്യന്തര വകുപ്പ് കൂടി ഇതിന് മറുപടി പറയേണ്ടതല്ലേ? തീർച്ചയായും ഹരി. കാര്യം മടിയിൽ കനമില്ലാത്തവർ അന്വേഷണങ്ങളെ ഭയക്കുകയല്ല വേണ്ടത്, അതിനെ നേരിടുകയാണ്, അല്ലേ? നിയമപരമായി നേരിടുകയാണ്. പക്ഷേ ഇവിടെ കുറേ അണികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അണികളാരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് വേണ്ടി ഇറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് വാടകയ്ക്കെടുത്ത ഗുണ്ടകളാണ്. 3/4 ചക്രം ഗുണ്ടകളെ ഉപയോഗിച്ചാണ് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇവർ എതിർക്കാൻ ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ്. അത്തരത്തിലുള്ളവർക്ക് ഈ ചുടുകട്ട ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ഒക്കെ കഴിയുള്ളൂ. ബിയർ കുപ്പി വലിച്ചെറിഞ്ഞു. നമ്മുടെ ക്യാമറമാൻ ശ്യാംകുമാറിനും പരിക്കേറ്റു ആക്രമണത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി CPM വാടകയ്ക്കെടുത്ത ഗുണ്ടകൾ ആണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലുള്ള അക്രമത്തിനും അരാജകത്വത്തിനും ഒക്കെ നേതൃത്വം വഹിച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് പിണറായി വിജയൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയുണ്ടായി, ഇത് പ്രതിപക്ഷത്തിരിക്കുന്നവരെ കടന്നാക്രമിക്കുക എന്നുള്ളത് BJPയുടെ ഒരു പ്രഖ്യാപിത നയമാണ്, അതാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടത്തിയെന്നൊരു ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കൃത്യമായ വിവരം എന്തോ ലഭിച്ചിട്ട് തന്നെയാണ് ED ഇത്രയധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഇതിൽ കണ്ണൂരിൽ നടത്തിയ റെയ്ഡിൽ മാത്രമാണ് ഒന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ മഹസറിൽ എഴുതി അവർ കൊടുത്തത്. ബാക്കിയുള്ളിടത്തുള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് റെയ്ഡ് പൂർത്തിയാക്കി തിരിച്ചു പോകുന്ന വേളയിലാണ് ഇവർക്ക് ക്രൂരമായ ആക്രമണം നേരിട്ടത്. ഹരി നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ED അന്വേഷണമാണ്. ഇനി CBI വരാനിരിക്കുന്നതേ ഉള്ളൂ. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ഇവിടെ നിന്നും കടത്തിയതിന് പിണറായി എണ്ണി കണക്ക് പറയേണ്ടിയിരിക്കുന്നു. അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ CBI ഇതിന് പിന്നെ പുറകെ വരുന്നുണ്ട്. കാര്യം എന്തായാലും CBI അന്വേഷണത്തിൽ തന്നെ ചെന്ന് നിൽക്കുന്ന ഒരു കേസാണ് ശബരിമല കേസെന്ന് പറയുന്നത്. ആ ഒരു CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് കേസ് നാളിതുവരെ അത് ചവിട്ടി ഒതുക്കി വെച്ചിരുന്നത്, ഇലക്ഷൻ കഴിയുന്നത് വരെ. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഗിയർ മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ കോൺഗ്രസ് ഇതിനകത്തൊരു വ്യക്തമായൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ കൂടിയും BJPയുടെ 3 MLA മാർ ഈ ഒരു വിഷയം, വി മുരളീധരൻ MLA കഴിഞ്ഞ ദിവസം തന്നെ ഇത് പറഞ്ഞതാണ്. നിയമസഭയിൽ BJP ആദ്യം ഉന്നയിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണം ഏതുവരെയായി, ഇതിൽ VD സതീശൻ എന്ത് നടപടിയാണ് കൈക്കൊള്ളാൻ പോകുന്നതെന്ന് അറിയണമെന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് രാജ്യാന്തര വിഗ്രഹക്കടത്തിലേക്കൊക്കെ പോയ ഒരു കേസാണ്. അതുകൊണ്ട് ഇതിൽ CBI വന്നേ മതിയാവൂ. മാത്രമല്ല ഈ സ്വർണ്ണങ്ങൾ പോയിട്ടുള്ളത് നയതന്ത്ര ചാനൽ വഴിയാണോ എന്നുള്ള ഒരു സംശയം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെ എത്തും. അപ്പോൾ അവർക്കെതിരെ ഇത്തരത്തിൽ കല്ലും ചുടുകട്ടയും എടുത്തുകൊണ്ട് വാടക ഗുണ്ടകൾ തെരുവിലിറങ്ങുമോ? പക്ഷേ ഒന്നിവർ മനസ്സിലാക്കുന്നില്ല, ഇതിനെ തിരിച്ച് നേരിടാനുള്ള നിയമപരമായ അവകാശം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അവർക്ക് പ്രൊട്ടക്ഷന് വരുന്നത് CRPF ആണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആക്രമണം ഉണ്ടായി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വെടിയുതിർക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. അതെ,
തീർച്ചയായിട്ടും BNS സെക്ഷൻ 132 പ്രകാരം 132, 121, 221 ഒക്കെ പ്രകാരം 10 വർഷം മുതൽ 20 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള ഒരു വകുപ്പ് ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യനിർവഹണത്തിനിടെ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ കുറ്റമാണ്. അതെ, അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറമാന് ആക്രമണമേറ്റത് ബിയർ കുപ്പിയാലാണ്. ബിയർ കുപ്പിയാൽ ആക്രമണം ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമരത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നേ ഈ സമരക്കാർക്ക് ലഹരി കൊടുത്തിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് മയക്കുമരുന്നും കള്ളും യഥേഷ്ടം കൊടുത്തതിന് ശേഷം ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം AKG സെൻറ്ററിൽ നിന്ന് ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടതാണോ എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് സംശയിക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേരത്തെയും ഇത് സമാനമായ രീതിയിൽ ഈ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇവരെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ED ഉദ്യോഗസ്ഥരെന്നല്ല, ഇവിടെ രാജ്യത്ത് സത്യത്തിൽ കേരളത്തിൽ ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വഴുതി മാറിയിരിക്കുന്നത്. പ്രതിപക്ഷം ജനാധിപത്യപരമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണ്ടാ സംഘങ്ങളാണോ? കാരണം സംസ്ഥാനത്തിൻ്റെ നേതൃത്വം നിൽക്കുമ്പോഴാണ്, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അവിടെ ഒരു തേർവാഴ്ച നടന്നത്. ഈ നരാധമന്മാർ, ഈ കൊലയാളികൾ, ഈ ഗുണ്ടകൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നതും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഇവർക്ക് നേരത്തെയും ഇത്തരത്തിൽ തന്നെയാണ് സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഹരി, ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിനെതിരെ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് ആ രീതിയിൽ വേണം പ്രതിഷേധിക്കാൻ. മറ്റ് ഇതിൻ്റെ കാര്യങ്ങൾ നിയമപരമായി നേരിടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല. ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരെ രംഗത്തിറക്കിക്കൊണ്ട് മുതിർന്ന നേതാക്കളെ പോലും അവരുടെ ഇൻസ്ട്രക്ഷൻസ് പോലും വകവയ്ക്കാതെ ഇവരുടെ ഒരു എന്താ പറയുക തന്നിഷ്ടം അവിടെ അഴിച്ചുവിടുകയാണ് ചെയ്തത്. തെരുവ് ഗുണ്ടകളെപ്പോലെ തന്നെയാണ് അവർ അവിടെ പെരുമാറിയത്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. EDയുടെ കാറുകളുടെ ഗ്ലാസുകൾ ചുടുകട്ട ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കുന്നു, സൈഡിൽ നിന്നും ഗ്ലാസ് ഇടിച്ചു പൊട്ടിക്കുന്നു, ചവിട്ടി അതിൻ്റെ റിയർ ഗ്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചവിട്ടി മടക്കുന്നു. ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് നിന്ന തത്വമയുടെ ക്യാമറമാൻ ശ്യാംകുമാറിന് ബിയർ കുപ്പി ഉപയോഗിച്ച് കയ്യിൽ മർദ്ദനം കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗം ഗുണ്ടകളെ ഇതിനു വേണ്ടി വളരെയധികം മനഃപൂർവ്വം ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കി വിട്ടു എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇത് ഒരു തുടക്കം എന്നുള്ള നിലയിലായിരിക്കാം. ഇനി കൂടുതൽ തെരുവ് യുദ്ധങ്ങൾക്ക് ഒരുപക്ഷെ കേരളം സാക്ഷ്യം വഹിച്ചേക്കാം. ഏതറ്റം വരെ പോകും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ സമാന്തരമായി തന്നെ ED ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ നിന്ന് മാത്രമേ അവരുടെ മഹസർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളൂ. അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ല എന്നുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ഹരി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് അത് മാത്രമല്ല, വീണ വിജയൻ ഉറപ്പായും വീണ വിജയൻ അറസ്റ്റിലാവും. കാരണം അത്രമാത്രം തെളിവുകൾ SFIയുടെ കയ്യിലും EDയുടെ കയ്യിലും. അല്ല, ഒരുപക്ഷെ ഇന്ന് തെളിവ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റിലാകും എന്നുള്ള ചില സൂചനകളുണ്ടായിരുന്നു. വനിതാ പോലീസിനെ വിന്യസിപ്പിക്കാൻ അവിടെ നീക്കം നടന്നിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള തെളിവ് കിട്ടിയിരുന്നെങ്കിൽ, കൃത്യമായൊരു തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. ഹരി, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇനി വന്നാൽ മാത്രമേ ഇതിന് എത്രമാത്രമാണ് ഈ ഗ്രാവിറ്റി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ ഫയലുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുകയും പുനരന്വേഷണങ്ങൾ ഉണ്ടാകുകയും തീർച്ചയായിട്ടും വ്യക്തമായ തെളിവുകൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു കൺഫർമേഷനിലേക്ക് എത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി എത്ര തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ ഗുണ്ടകളെ ഇറക്കി വിട്ടാലും, ഇനി TP ചന്ദ്രശേഖരൻ മോഡലിൽ 51 വെട്ടുകൾ വെട്ടിക്കൊണ്ട് ED ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും കൊല്ലാനും ഒക്കെയുള്ള ശ്രമം നടത്തിയാലും ഇവരാരും തന്നെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. എത്ര തന്നെ ആക്രമണകാരികളെ അഴിച്ചു വിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിലൊക്കെ മുൻപേ ഈ വിഘടനവാദികളെയും ഭീകരവാദികളെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ചില ആൾക്കാർ സുരക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു, ഭീകരവാദികൾക്ക് സുരക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഭീകരവാദികൾക്ക് സുരക്ഷ കൊടുക്കുവാൻ
രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഭീകരവാദികളെ മുന്നിൽ നിർത്തിയാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ നേരെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഗുണ്ടകളെ ഏർപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അത്ര കണ്ടൊന്നും ആരും ഭയപ്പെട്ടു പോകും എന്ന് തോന്നുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയൻ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിടുകിടാ വിറയ്ക്കുന്ന പിണറായി വിജയനും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഗുണ്ടകളെയുമാണ് കേരളം കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയന് മടിയിൽ കനവുമുണ്ട്, ഗുണ്ടകളുടെ സംരക്ഷണവുമുണ്ട്. എന്തായാലും ഈ ഗുണ്ടകളെ കണ്ടൊന്നും ആൾക്കാരും ഭയപ്പെടുവാൻ പോകുന്നില്ല. പിണറായി വിജയൻ ഇനി എത്ര തന്നെ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടാത്ത ആളായാലും, പുതിയ വിജയനായാലും പഴയ വിജയനായാലും ഏത് വിജയനായാലും നമുക്ക് ആർക്കും തന്നെ ഭയമില്ല. രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനോ നീതി നിർവഹണ വ്യവസ്ഥയ്ക്കോ പിണറായി വിജയനെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഈ ഗുണ്ടകളെ ഒട്ടുമേ ഭയപ്പെടേണ്ട കാര്യമില്ല.